തെറ്റാണെന്ന് അറിഞ്ഞിട്ടും എന്തിനൊക്കെയോ വേണ്ടി ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളും പിന്നീട് നമ്മുടെ ഉറക്കം കളഞ്ഞിട്ടില്ലേ, സമാധാനം നഷ്ടപ്പെടുത്തിയിട്ടില്ലേ, വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തിട്ടില്ലേ? യെസ്, നമ്മുടെ ഉള്ളിൽ മനസ്സാക്ഷി എന്നൊരു സംഭവമുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെ തെറ്റും ശരിയും മനസ്സിലാക്കി തരുന്ന ഒരു ഗൈഡ് എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാം. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുൻപും നമ്മുടെ മനസ്സാക്ഷി അതൊന്ന് വിലയിരുത്തും. അത് ശരിയാണോ തെറ്റാണോ, നമ്മുടെ വാല്യൂസിനും മോറൽസിനും ചേരുന്നതാണോ എന്നൊക്കെ. നമ്മുടെ മനസ്സാക്ഷിക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടൊരു കാര്യം അതറിഞ്ഞിട്ടും നമ്മൾ ചെയ്താൽ ഈ മനസ്സാക്ഷി നമ്മളെ ചോദ്യം ചെയ്യും. അത് ചിലപ്പോൾ നമ്മൾ ഉറക്കം കളഞ്ഞേക്കാം, സമാധാനം കളഞ്ഞേക്കാം, ചിലപ്പോൾ ജീവിതം. ഒരു പക്ഷേ ഈ ഒരു കൺസെപ്റ്റിനെ പറ്റിയിട്ട് ഏറ്റവും അധികം സംസാരിച്ചിട്ടുണ്ടാവുക ഷേക്സ്പിയർ ആയിരിക്കും. റോമിൻ്റെ നന്മക്കാണെന്നും പറഞ്ഞ് സ്വന്തം സുഹൃത്തായ ജൂലിയസ് സീസറിനെ വധിക്കാൻ കൂട്ടുന്ന ബ്രൂട്ടസ് പിന്നീട് സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. എന്നുറങ്ങാൻ കിടന്ന ബ്രൂട്ടസ് കാണുന്നത് സീസറിൻ്റെ മുഖമായിരിക്കും. അവസാനം ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ടി വരും. അധികാരത്തിന് വേണ്ടിയിട്ട് രാജാവിനെ കൊന്ന മാക്ബത്തിന് പിന്നീട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. എന്നും തൻ്റെ കയ്യിൽ രക്തക്കറ കണ്ടുകൊണ്ടേയിരുന്നു. അവസാനം ഭ്രാന്തിലേക്ക് എത്തി. നമ്മുടെയൊക്കെ ലൈഫിലും ചിലപ്പോൾ ഈ ഒരു മനസ്സാക്ഷി കുത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവാം. സോ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുൻപും നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് എന്താണ് പറയുന്നത്, അത് തെറ്റാണോ ശരിയാണോ, നമ്മുടെ വാല്യൂസിനും മോറൽസിനും ചേരുന്നതാണ്. നമ്മുടെ മനസ്സാക്ഷിക്ക് തെറ്റാണെന്ന് തോന്നുന്ന ഒരു കാര്യം അത് ചെയ്യാണ്ടിരിക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്.